വൺ ടു ത്രീ. കണ്ടോ എന്റെ കാട്ടുമപ്പനെ? കണ്ടവരുണ്ടോ? ആദ്യം നീ പോയി ഊണ് കഴിക്കും, എന്നിട്ട് നീ കണ്ടവരുണ്ടോന്ന് അന്വേഷിക്കും. അത് പിന്നെ ചേച്ചി, കണ്ടവരുണ്ടോന്നല്ല, കണ്ടവരുണ്ടോ, അതായത് മൂപ്പനെ കണ്ടോ എന്ന്. എന്തോന്നടി ഇതൊക്കെ? ചേച്ചി, ഞാൻ നാടോടി നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പ്രാക്ടീസ് ആയിരുന്നു. പറഞ്ഞത് നന്നായി, ഇല്ലേ ഇപ്പം ചിരിച്ചൊരു വഴി ആയേനെ. അല്ലെങ്കിൽ ചേച്ചിക്കുള്ള ഒരു തമാശയാണല്ലോ. ഒരു പ്രോത്സാഹനമില്ലാത്ത വീട്. പൊന്നടാവേ, നീ കളിച്ചോ, ധൈര്യമായിട്ട് കളിച്ചോ, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമ്മളിതുവരെ ടൂർ വിട്ടില്ലല്ലോ. അതെ ചേച്ചി, വാസു എന്തോ വഴി കാണാന്ന് പറഞ്ഞല്ലേ പോയേ, പോയിട്ട് വരട്ടെ. പേര് വഴി ആകാണ്ടിരുന്നാ മതിയായിരുന്നു. അയ്യോ ചേച്ചി, ദേ പോയി. ഡാൻസ് കളിച്ച മനുഷ്യനെ മുട്ടും പൊട്ടി, അമ്മയിട്ട് വരുന്നുമില്ല, എന്ത് ചെയ്യും എന്തോ. എടി ചേച്ചി, നീ വന്നേ. എടി വിഷമിക്കണ്ട, ഞാൻ മരുന്ന് വെച്ചിട്ടില്ലേ, പെട്ടെന്ന് മാറും കേട്ടോ, കടിയൊന്നും വേണ്ട കേട്ടോ. ആ ചേച്ചി, ഇനി വല്ല ഹോസ്പിറ്റലും വല്ലതും പോകേണ്ടി വരുമോ? അതെന്തിനാടി? മുറിവിൻ്റെ ആഴവും പരപ്പളവൊക്കെ വെച്ചിട്ട് കുറച്ചടിയില്ലേ? നിനക്ക് വേദനയുണ്ടോ? ഉണ്ടോന്നാ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ പൊങ്ങിച്ചുറക്കുക. ഓഹോ, നല്ല വേദന ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. പോയാൽ മാത്രമല്ല, നല്ല ഇഞ്ചക്ഷനും കൂടി എടുക്കും. അത് വേണ്ട പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും നിനക്കൊണ്ടുപോകും. ചുമ്മാ പറയല്ലേ ഓരോന്ന്. അല്ല, നീയല്ലേ പറഞ്ഞേ ഹോസ്പിറ്റലിൽ പോകണമെന്ന്, അപ്പോൾ എന്തുണ്ട് പോയേ പറ്റും. ചേച്ചി, എനിക്ക് വേദനയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനിയിപ്പോൾ മാറ്റിയൊന്നും പറയണ്ട, അമ്മ വരുമ്പോൾ ഞാൻ എന്തായാലും പറയും നിനക്ക് വേദനയുണ്ടെന്ന്. ചേച്ചി പറയില്ലേ, എനിക്ക് വേദനയില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകട്ടെ ചേച്ചി. അയ്യോ, മോങ്ങളെ തുടങ്ങി. അയ്യോ, പനിപാളി. മക്കളെ, അയ്യോ അമ്മ, അയ്യോ എൻ്റെ കൊച്ചിനെ കരയുന്നേ, എന്നെ പറ്റി. കീറ് തുടങ്ങി. എടി കൊച്ചേ, ഈ മുറിവിനൊക്കെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോവോ? ചേട്ടാ, ഇത് കണ്ടാലേ തന്നെ നാണക്കേട്. പോയി തേച്ചൊരിച്ച് കുളിക്ക്, എല്ലാം ശരിയാവും. ചേട്ടാ, ഇതെന്തോന്നു? കുറേ നാളെ ഈ വഴി വന്നിട്ട്. അധികാരം സഞ്ചരിക്കാത്തൊരു വഴിയാണല്ലോ, അതുകൊണ്ടാണ് ഈ വാസി ഈ വഴി വരാത്തത്. എൻ്റെ മോ, പേടിയാവുന്നു. കുറെ നേരമായാലും അവിടെ ഇരുന്ന് പതുങ്ങുന്നു, എന്താന്ന് നോക്കിക്കളയാ. എന്താ പണിയൊക്കെ? അത്യാവശ്യം എല്ലാം കഴിഞ്ഞു മുതലാളി, എല്ലാം പൂച്ചക്കുന്നിൽ കൊണ്ടിട്ടു. പൂച്ചക്കുന്ന്? എന്തോന്ന് ഇവന്മാര് പറയുന്നേ? ഏകദേശം എത്ര രൂപ വരുമടാ? 2-2.5 കോടി വരും. എല്ലാം സേഫ് അല്ലേ? 2.5 കോടിയോ? ലവന്മാരല്ലേ? അതെന്താണ് ഒരു ഒച്ചകട്ടെ? ഏതോ കിളി പറന്നു പോയതാന്ന് തോന്നുന്നു. ആ വോട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളേ? നീ ചേട്ടാ ഞെട്ടു, ഒരു അർജന്റ് കാര്യ. നീ പറയടാ, കാര്യം പറ. അല്ല, ഇതെന്താ നിന്നെ തപസ്സിരുത്തിക്കുവാണോ? അല്ലടാ മുട്ടുപൊട്ടി. ആ പൊട്ടും കിളിയിൽക്കാണ്ട് കാര്യം പറയടാ. അല്ല, ഇതാര് വാസു? എപ്പോ വന്നതും നിന്നതുമല്ല വിഷയം, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്ത്? ആ ന്യൂസിൽ പറഞ്ഞ 25,000 രൂപ നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? അതോ, കൊള്ളക്കാരെ പിടിച്ചു കൊടുക്കും നമ്മൾ. അതിന് നമുക്ക് അവരെ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ആര് പറഞ്ഞറിയില്ലെന്ന്? എന്താ നീ പറയുന്നേ? ഇത് കള്ളക്കൂട്ടങ്ങളെ ഞാൻ കണ്ടു. എന്താന്ന് തുറന്ന് പറയടാ. കൊള്ളക്കാരെ കണ്ടെന്ന്. കൊള്ളക്കാരോ? അതെ, കൊള്ളക്കാര്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം, അവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അയ്യോ എനിക്ക് പേടിയാ. നിങ്ങൾക്ക് ടൂർ പോണോന്ന്? അത് വേണം, പക്ഷേ ഇത് റിസ്ക് അല്ലേ? റിസ്ക് എടുക്കാത്ത ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല മക്കളെ, പോയേ പറ്റും. സമയമില്ലടി, ചെല്ലി കാമ്പും കയറും വടിയൊക്കെ എടുത്തോ. അതെന്തിനാടാ? നമ്മൾ ഏതോ ഒരു കുന്നിലോട്ടാ പോകുന്നേ, കുന്നുമലയൊക്കെ കയറണ്ടേ. സമയമില്ല. മിഷൻ പൂച്ചക്കുന്ന് ഓൺ. നടന്ന് തളർന്നു. നിനക്ക് വഴിയൊന്നും അറിയില്ലേ? അത് പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ? ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലൊക്കെ ചെന്നെത്താലോ.
ചെറുക്ക നേരെ ഇരുട്ടണേന് മുമ്പ് വീട്ടിൽ കയറാം. അതെ, ഇല്ലെങ്കിൽ അമ്മയുടെ അതിന് നല്ല നെരുപ്പിട്ട് കിട്ടും. അപ്പ എൻ്റെ അമ്മമ്മയാ, എനിക്കും വീട്ടിൽ പറയാൻ ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. എനിക്കിനി ഒരടി നടക്കാൻ വയ്യ. നീ മര്യാദക്ക് ആരോടെങ്കിലും പോയി വഴി ചോദിക്കും, എന്നിട്ട് മര്യാദക്ക് ആ വഴി കൂടെ പോകാം. അല്ലാണ്ട് ഒരടി ഞാൻ നടക്കൂല. വാസു, ചേച്ചി പറയുന്ന കേൾക്കാം. നല്ല ഐഡിയതാ. ശരി മാളി ചേച്ചി, നമുക്ക് അങ്ങനെ ചെയ്യാം. ലോ വരുന്ന അപ്പൂപ്പനോട് ചോദിക്കാം. നീ ചോദിക്ക്, ഞങ്ങൾക്കൊന്നും അറിയില്ല സ്ഥലപ്പേര്. പൂച്ചക്കുന്ന് പൂച്ചക്കുന്നെന്നാ പറഞ്ഞവന്മാരെ. പൂച്ചക്കുന്നോ? ഇവൻ നമ്മളെ പറ്റിക്കുവാണോ? ദേ വാസു, ഉണ്ടാക്കി കഥ വല്ല അടങ്ങി നിനക്ക് എൻ്റെ കയ്യിന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. അല്ലേച്ചി, സത്യമായിട്ടല്ല, ഞങ്ങൾക്ക് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. പൂച്ചക്കുന്ന് പൂച്ചക്കുന്ന് പൂച്ചക്കുന്ന്. സംശയം ഇതാ അപ്പൂപ്പനോട് ചോദിച്ചും പറയാലോ. നീ ചോദിക്ക്, പോയി ചോദിക്ക്. ഹായ് അപ്പാ. എന്താ മക്കളെ ഇവിടെ? ഒരു കാര്യം ചോദിക്കാനായിരുന്നു അപ്പൂപ്പ. അതൊക്കെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്താ? പാലക്കാട് ബസ് പോയോ? പോയപ്പൂപ്പ, ദാ ഇപ്പൊ പോയേ ഉള്ളൂ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് വരണമുണ്ട്. 2 മണിക്കൂറോ? അതുവരെ ഞാൻ എന്തെടുക്കും എന്തോ. അയ്യോ പാവ അപ്പൂപ്പ, കുറച്ചുകൂടി നേരത്തെ വന്നായിരുന്നെങ്കിൽ അതിന് പോകായിരുന്നല്ലോ. ആ സാരിയില്ല മക്കളെ, നോക്കിയിരിക്കുക. അല്ല, എന്താ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ഒരു വഴി അറിയുമെന്നാണ്. വീട്ടിലോട്ടുള്ള വഴി മറന്നോ മക്കളെ? വീട്ടിലോട്ടല്ല അപ്പൂപ്പ, വേറൊരിടം. ഏതാ സ്ഥലം? പൂച്ചക്കുന്ന്. പൂച്ചക്കുന്ന് കേട്ടിട്ടുണ്ടോ? പൂച്ചക്കുന്നോ? അതെ അപ്പൂപ്പ, കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് തെറ്റിയതാണോ? അല്ല അപ്പൂപ്പ, അത് തന്നെ. പിള്ളേര്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എനിക്ക് എന്തോ പന്തികേടുണ്ടല്ലോ. സത്യം പറയണ്ട, എന്തെങ്കിലും കള്ളം പറയാം, അല്ലെങ്കിൽ വഴി പറഞ്ഞു തരൂല. നോക്കാട്ടോ, നീ എന്തെങ്കിലും പറ. മക്കളെ, നിങ്ങളോടാ ഞാൻ ചോദിച്ചത്. അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യം? എന്തിനവിടെ പോകണം? അത് പിന്നെ അപ്പൂപ്പ, ഞങ്ങളുടെ കൂട്ടുകാരനെ കാണുന്നില്ല. അവൻ അങ്ങോട്ട് പോയെന്നാ കേട്ടത്. അത് അന്വേഷിച്ച് പോവുക. ഇത്രയും വലിയ അപകടത്തിലേക്കാണോ പോയത്? അപകടമോ? അതെ മക്കളെ, അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ലേ? എന്താ അപ്പൂപ്പ? അപകടമാണ്. എന്താ അപ്പൂപ്പ, എന്താ കാര്യം? എന്താ? ഞങ്ങളോട് പറയൂ എന്താന്ന്. അതോ, അത് പൂച്ചക്കുന്നല്ല. പിന്നെ? അത് വവ്വാലി വെള്ളാടിയുടെ താവളമാണ്. വവ്വാലി വെള്ളാടിയോ? അതെന്തോന്ന്? അതെ അപ്പൂപ്പ, അതെന്താ? നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണല്ലേ. അത് സാധാരണ ഒരു സാധനമല്ല. പിന്നെയോ? വാ, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. പറ അപ്പൂപ്പ. അപ്പൂപ്പ, കഥ പറ. അത് മക്കളെ, അത് പൂച്ചക്കുന്നിൻ്റെ കഥയാണ്. അങ്ങ് താഴെ നീലാംബരി എന്നുള്ളൊരു വലിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തെയാണ് പൂച്ചക്കുന്നെന്ന് പറയുക. അവിടെയാണ് വവ്വാലി വെള്ളാടി ഉള്ളത്. വവ്വാലി വെള്ളാടിയോ? അതേ മക്കളെ, വെള്ളച്ചാട്ടത്തിൽ ആടി ആടി തപസ് ചെയ്തുകൊണ്ടാണ് വവ്വാലി വെള്ളാടി എന്ന് പേര് വന്നത്. ഭാഗ്യം, പാമ്പിന്റെ പുറത്ത് ആടി ആടി തപസ് ചെയ്യാഞ്ഞത്. എനിക്ക് പാമ്പാടി രാജന് പേര് വന്നേന്. തമാശയല്ല മക്കളെ ഇത്. അവൾ വളരെ ശക്തിയാണ്. പുള്ളിടിക്കല്ലേ? അത് ശരി. എടിയേ, പുള്ളി തള്ള. 2 മണിക്കൂർ വെറുതെ കളയല്ലേ, അതിനാ. ഇതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ പോവാ. വിട്ടോ വിട്ടോ. താങ്ക് യു അപ്പൂപ്പ, ഇത്രയും കഥ പറഞ്ഞു. പിള്ളേരെ പേടിപ്പിക്കാനായിട്ട് വന്നേക്കാം. അപ്പൂപ്പൻ പറഞ്ഞ വഴിയൊക്കെ കറക്റ്റാടി. അയ്യോ, എത്ര ദൂരം നടന്നാ നമ്മൾ വന്നത്. എടാ, ഇനി പറഞ്ഞ പോലെ പേടിപ്പെടുത്തുന്ന വെള്ളാടി ഉണ്ടാവും അവിടെ. വെള്ളാടിയല്ല, വെള്ളാടി വവ്വാലി. റെസ്പെക്ട്. അതെങ്ങാനും ഉണ്ടാവും അവിടെ. അതാ എന്നെ മേടി. പോയി നോക്കാം. വാസു, നീയല്ലേ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലെന്ന്?
അത് അപ്പോഴത്തെ ധൈര്യത്തിലും സമയം പോകണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാ. പിന്നെ കഥ കൂടുതൽ കേട്ടാൽ നമ്മൾ പോകത്തില്ല. അതിലും ഭേദം ഇതൊന്നും കേൾക്കാണ്ട് അങ്ങ് പോകുന്നതാണ് നല്ലത്. എടാ എനിക്കിപ്പോൾ ഒരു പേടിയുണ്ടല്ലോ. എന്തായാലും ഇവിടം വരെ എത്തി, കുറച്ചുകൂടി പോയി നോക്കാം. അപ്പം പറഞ്ഞ വെള്ളച്ചാട്ടം, അയ്യോ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പുള്ളി ഇതുവരെ പറഞ്ഞത് ശരിയാണല്ലോടി. ഇനി വവ്വാരി വെള്ളാടി എങ്ങാനും വരുമോ, നമ്മൾ ഉപദ്രവിക്കോ? എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഒന്ന് പോയി തന്നെ നോക്കാം. നല്ല തെന്നലുണ്ട്. വെള്ളത്തിൽ നമുക്ക് മൂന്നിന് നീന്താൻ അറിയില്ല. ഞാൻ മുമ്പിൽ പോവാം. ശ്രദ്ധിക്കണേ. ആ പയ്യ എന്ത് രസാ. വാ പിടിച്ചോ. പാറു എന്നെ പിടിച്ച്. അങ്ങനെ എത്തിപ്പെട്ട്. ഇവിടെ ഇന്ന് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് പോലും ഇല്ല. നേരാണല്ലോ, ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. പക്ഷെ അതെന്തടുത്താതേ? ഓ അത്ഭുതം, അല്ലാണ്ടെന്താ. അപ്പൂപ്പൻ പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. പക്ഷേ വെള്ളാരി മാത്രമേ ഇല്ല. അങ്ങനെ പറയില്ലേടി, വല്ല ഊണ് കഴിക്കാൻ പോയതാണെങ്കിലോ. ഇരുന്ന് ചിരിച്ചോ. ഊണ് കഴിച്ചിട്ടേ അവര് വന്നിട്ട് നമ്മളെ സ്നാക്ക് അടിക്കും. അതിന് പേരം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങുന്നതാ. വാസു ചേട്ടാ, ഒരു തമാശ പറയാൻ പറ്റൂലേ? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റി. അയ്യോ ദേ നോക്കിക്കേ, കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. അയ്യോ ചേച്ചി. രക്ഷിക്കണേ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നേരെ രണ്ടും എന്റെ മേത്ത് നിന്നിട്ട് മാറും. ഇതെന്താ അതോ ലോകമാണോ? ഒരു വല്ലാത്ത ലോകം തന്നെ. അതൊക്കെ പോട്ടെ, നമുക്ക് വഴി ആകപ്പാടെ തെറ്റി. നീ എങ്ങോട്ട് പോകും നമ്മൾ? നേരെ വന്ന വഴിക്ക് ഇനി പോകാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. വഴി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കൊള്ളക്കാരെയും കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം വഴി കണ്ടുപിടിക്കാൻ. നേരെ വന്ന കാര്യം മറക്കരുതല്ലോ. ദിക്ക് ശാസ്ത്രപ്രകാരം ആ വഴിയെ പോവാം. ബാ. പാവം വീണപ്പം തലക്കടി കിട്ടുമെന്ന് തോന്നുന്നു. ഒരു ശാസ്ത്രക്കാരി പെരുവഴി ആകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്താ അല്ലെ ചേച്ചി പറഞ്ഞ പോലെ ഈ വഴിക്ക് പോകാന്ന്. നടക്കങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. നിങ്ങൾ പറഞ്ഞ വഴി വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ വഴി പോകാം. വാസു തലക്കടി കിട്ടിയെന്നാ തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ നോർമലാവൂടി, അപ്പൊ വേറെ വഴിക്ക് പോകേണ്ടി വരും. വാ. ഞാൻ അപ്പഴേ വിചാരിച്ചു വഴി തെറ്റിന്ന്. ആ വഴി പോയി പെരുവഴിയായി. തിരിച്ചു വാ. ഈ ചേച്ചി കാരണം എന്തോരം നടക്കണം. എടി ഒരു അബദ്ധം പറ്റിയതാ. വാ ഇനി ഈ ഡയറക്ഷനിൽ പോവാം. എന്തോരം ഡയമണ്ടും ക്യാഷൊക്കെയോ. ഇതിനെങ്ങനെ കൊള്ളയടിച്ച ക്യാഷ് കണ്ടുപിടിച്ചു? അയ്യോ എന്തോരാ. അല്ല ചേച്ചി എനിക്കൊരു സംശയം. നമുക്ക് ഇതിനൊരു 1000 രൂപ എടുത്തിട്ട് തിരിച്ചു പോയാൽ പോരെ? ഓ നോ, എന്താ പറയുന്നേ? നമ്മളപ്പോ കളയന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? അതെ, വാസു പറയുന്നത് നേരാ. കട്ട മുതൽ നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ വാസു. നമ്മളിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന് പോയി പോലീസിനെ വിളിച്ചിട്ട് വരും. എന്നിട്ടോ പോലീസിനോട് നമ്മൾ പറയും നമ്മൾ കൊള്ളക്കാരെ കണ്ടുപിടിച്ച് കൊള്ളക്കാരെ ഇരിക്കുന്ന സ്ഥലം അറിയാമെന്ന്. അതേടാ? അത് തന്നെ. അങ്ങനെ നമുക്ക് 25,000 കിട്ടും. നമ്മൾ ടൂർ പോകും. ഒരുമിച്ച് ഓടിയ ശരിയാവില്ല. നിങ്ങൾ രണ്ടും അങ്ങോട്ട് പൊക്കോ. അയ്യോ ആരോ വരുന്നു. വാ വാസു ഒരുമിച്ച് പോകാം. ഇല്ല നിങ്ങൾ രക്ഷപ്പെടെ. വാസു ഇങ്ങോട്ട് വാ. അവിടെ നിന്നോ. ചേച്ചി നിക്ക്. അയാളെ നമ്മളെ കണ്ടിട്ടില്ല. എടി വാസുവിനെ രക്ഷിക്കണേ. നിന്നെ ഞാൻ ശരിയാക്കൂടാ. അയ്യോ ചേട്ടാ, അറിയാണ്ട് ഈ വഴി വന്നു പോയതാ. രക്ഷിക്കണേ, ഒന്നും ചെയ്യല്ലേ. അറിയാണ്ടോ, നിന്നെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാ. പഠനയാത്ര വന്ന് വഴി തെറ്റിപ്പോയാ ചേട്ടാ. ഇവിടെയോ? എടാ ഉട്ടായ്പ് വേറെയൊന്നും നടക്കൂല. നിന്റെ കൂടെ ആരൊക്കെയുണ്ട്? സത്യം പറ. സത്യമായിട്ട് ഞാൻ
കളിയേട്ടാ. എന്നെ അത് ചെയ്യില്ലേ, എന്നെ അത് ചെയ്യില്ലേ. ചേച്ചി വാസുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചേച്ചി. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. അയ്യോ എടി ആ കല്ലെടു, ആ കല്ലെടു. ഈ കയറ് പിടിച്ച ചേച്ചി. പുള്ളി അടുത്ത് വരുമ്പോ നമ്മൾ തലയിലിടും. വാസുവിനെ അയാളൊന്നും ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു. സത്യം പറയാ, നിന്റെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഞങ്ങളാ ഉള്ളത്. അത് അയ്യോ എന്റെ തല. ചാത്ത് 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 ചാത്ത്. അയ്യാടി ഓടിക്കാടി ഓടിക്കാം. ചേച്ചി ഞാൻ മടുത്ത്. എനിക്ക് ഇനി ഒരടി നടക്കാൻ വയ്യ. വഴിയിട്ട് മനസ്സിലാവുന്നുമില്ല. വിഷമിക്കണ്ടടി, നമുക്ക് എന്തെങ്കിലും വഴി കാണും. ഇവിടെ നിന്ന് ഒരടി ഞാൻ നടക്കൂല. എനിക്ക് വയ്യ വയ്യ വയ്യ. എടാ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടന്ന് പോലീസിനെ വിളിച്ചിട്ട് വരാം. അല്ലാണ്ട് വേറൊരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മിണ്ടരുത് നീ പറഞ്ഞിട്ടാ ഇത്രയൊക്കെ ഒപ്പിച്ചത്. അത് ശരി, 25,000 രൂപ എന്ന് കേട്ടപ്പോ ചാടി പോന്നിട്ട് പറയണ കേട്ടില്ലേ? ഇനി നിങ്ങൾ തുടങ്ങിക്കോ. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ നോക്കാം. അതിന് ഈ മരം കയറി മടിച്ച് മറിയാമ സമ്മതിക്കണ്ടേ? നീ മിണ്ടരുത്, എന്റെ കാല് പൊട്ടി നാശായി. അത് ശരി, എന്തിനാ മണ്ടേന്ന് താഴെ വീണ് നടുവുളിക്കിരിക്കണം ഞാൻ? ഓ പിന്നെ തുടങ്ങിക്കോ. ഞാൻ പോകട്ടെ നിങ്ങളിട്ടിട്ട്. അയ്യോ ചേച്ചി ചതിക്കല്ലേ, ഇവന്റെ കൂടെ എനിക്ക് പോയല്ലേ. ഇവന്റെ കൂടെ വന്നാ എനിക്കാ വരും. രണ്ടൊന്നും നിർത്തുന്നുണ്ടോ? കുറെ നേരം ആദ്യം ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ രണ്ടിനും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് പിന്നെ മാളച്ചേച്ചി എനിക്കൊരു ഐഡിയ ഉണ്ട്. അടുത്ത മണ്ടത്തരം കൊണ്ട് വരുന്നുണ്ട്. എന്താ നിന്റെ ഐഡിയ കേക്കട്ടെ? നമ്മൾ വരുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടില്ലേ? നല്ല സൂപ്പർ വെള്ളച്ചാട്ടം. എടി 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 ടൂർ വന്നാലല്ലോ. കാര്യം കേക്ക്, ഇവൾ വന്ന വഴി അല്ലേലും മറക്കും എനിക്കറിയാം. ആ വെള്ളച്ചാട്ടം എടി, ആ വെള്ളച്ചാട്ടം ഉള്ള വഴിയാണല്ലോ നമ്മൾ വന്നത്. അതെ, അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നോക്കി പോയാ നമുക്ക് വന്ന വഴിയിലെത്താലോ. ചേച്ചി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ആവോ അങ്ങനെ മനുഷ്യപ്പറ്റുള്ള കുറച്ച് വഴിയുണ്ട്. ഹായ്, ഇത് കണ്ടപ്പോഴാ സമാധാനായേ. ഉടനെ പുറത്ത് കിടക്കാൻ പറ്റും. ആറു വെള്ളത്തിൽ കളിക്കാതെ നോക്കിപ്പോ. ഇത്തിരി വെള്ളക്കളി കൂടുതലാ ചേച്ചി. എടി വൃത്തികെട്ടവളെ, അതിലെന്തേലൊക്കെ വൃത്തികേട് കാണും. അയ്യടാ നല്ല തെളിഞ്ഞ വെള്ളം. തെളിഞ്ഞാലൊക്കെ സമ്മതിച്ച് വലിയ പരിന്തൊക്കെ ശൂഷു വെക്കുന്നതായിരിക്കും. ചേച്ചി ഇവൻ പറയുന്ന കേട്ടാ, എനിക്ക് നല്ല ദേഷ്യം കണ്ട് കുറെ നേരെ തുടങ്ങിയിട്ട്. എടി അവൻ പറയുന്ന നേരാ. നീ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് എന്ത് ഈ കാണാവുന്ന പരുന്ത് മൊത്തം ഇതിലാണ് ശൂഷു വെക്കണേ. ഇത്തിരി പറ്റിയെന്ന് വെച്ച് എനിക്കൊരു കുഴപ്പമില്ല കേട്ടാ. അയ്യോ ചൊറിയുന്നു. ഇതാടി അറിയാത്ത പിള്ള ചൊറിയും പറയുന്നു പറയുന്നത്. ചേച്ചി കാലി കടിക്കല്, ചേച്ചി കാലി കടിക്കല്. മാങ്ങണ്ട ഇപ്പൊ നീ കാരണം ഞങ്ങൾക്ക് ആ വെള്ളത്തിൽ ചവിട്ടാണ്ട് പോവാലോ. കാലി കടിക്കുമെന്ന് മനസ്സിലായല്ലോ. സാരില്ലടി, അപ്പുറം ഒരു കുളമുണ്ട്, നല്ല കൊള്ള, വെള്ളച്ചാട്ടത്തിന്റെ കൊള. അവിടെ പോയി നമുക്ക് കാലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വീട്ടിൽ പോവാം. സമ്മതിക്കണം ഇതിനൊക്കെ ആയിട്ട് വന്ന എന്നെ. റെഡി 1 2 3. അങ്ങനെ വെള്ളച്ചാട്ടം. അപ്പൊ വഴി എന്തായാലും ശരിയാ, തെറ്റിയിട്ടില്ല. ചേച്ചി എന്റെ കാല് കടിക്കുന്നു. ദേടി അവിടെ പയ്യെ ഇറങ്ങി കാല് കഴിക്കോട്ടോ. സൂക്ഷിക്കണം, ആയുണ്ട്. ശരി ശരി. ചേച്ചി രക്ഷിക്കണേ. ചേച്ചി എന്നെ രക്ഷിക്കേ, ചേച്ചി രക്ഷിക്കേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, ഇവിടെ ഒന്ന് രക്ഷിക്കണേ. ഞങ്ങൾക്ക് നീന്താൻ അറിയില്ലേ ചേച്ചി, ഞങ്ങൾ പൊഴുകി പോകുവേ. ആരെങ്കിലും ഓടി വരണേ. വെള്ളാടി. ചേച്ചി അത് നമ്മളൊന്നും ചെയ്തില്ലേ? ആരെ രക്ഷപ്പെട്ട്? അതെത്ര പാവായിരുന്നു. അതെ, വെറുതെ തെറ്റിദ്ധരിച്ചു. ചേച്ചി എടി നീ ഓക്കെ അല്ലേ? നമുക്ക് ഇവിടുന്ന് പോവാം. കുറച്ച് വെള്ളം കുടിച്ചു പോയി, അത്രേ ഉള്ളൂ. വന്ന വഴി തിരിച്ചെത്തി. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി. അതെ, അവന്റെ ഒരു ഐഡിയ. ഇതിന് പേരും ടൂർ പോകാണ്ടിരിക്കുന്നതാ നല്ലത്. അങ്ങനെ പറയില്ലടി, നമ്മൾ ചെന്നിട്ട് പോലീസിനെ വിവരം അറിയിച്ചിരിക്കും. മക്കളെ
എവിടെയൊക്കെ അന്വേഷിച്ച് എന്താ ഒന്നും പറയാൻ ഇങ്ങോട്ട് പോകുന്നത്? അത് പിന്നെ അമ്മേ 3 ദിവസമായി ഈ അമ്മ ഓടുന്നു. 3 ദിവസം? 3 ദിവസവും അമ്മ എന്തേ പറയുന്നേ? അതേ മക്കളെ, എവിടെയൊക്കെ അന്വേഷിച്ചതെന്ന് അറിയാവോ? അവസാനം ഒരു അപ്പൂപ്പനാണ് പറഞ്ഞു തന്നത് നിങ്ങൾ എവിടെ ഉണ്ടെന്ന്. എന്തേ പറയുന്നേ? പോലീസൊക്കെ വന്നിട്ടുണ്ട്. വാ മക്കളെ, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? വഴിയേക്ക് വന്നമ്മേ. ഇനി മേലില് വീട്ടിൽ പറയാണ്ട് എങ്ങും പോകരുത്. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ബാക്കി വീട്ടിൽ വന്നിട്ട്. നിങ്ങൾ കാരണം പിടിയിട്ട പുള്ളികളെ പിടിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയ റിവാർഡുണ്ട്. അത് നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റില്ല. അതുകൊണ്ട് പേരൻസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാകുന്നു. ഇത്രയും കഷ്ടപ്പെട്ട നമ്മൾ ആരായി?